ഇതിനെ മുദ്ര കുത്തിയത് കൊലവല്ലിയാണ്. കൊലവല്ലി ഇത് ആനയാണ്. പക്ഷേ എല്ലായിടത്തും വരാറുണ്ട്. ഒരു കാട്ടാനയെ ദൈവത്തെപ്പോലെ വിളക്ക് കത്തിച്ച് ആരാധിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ആന എന്നാൽ മനുഷ്യൻ്റെ അടിമ എന്നല്ല അർത്ഥം. അതിന് ഉദാഹരണമായി പോരാടി ചെരിഞ്ഞ ഒരു കാട്ടാനയുണ്ടായിരുന്നു. അതിനെ ഇന്നും ഓർക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ. പേപ്പാറ പൊടിയക്കാല സെറ്റിൽമെൻറ്റ് കോളനി പരിസരങ്ങളിൽ വിഹരിച്ചിരുന്ന അവിടുത്തെ ജനങ്ങളുടെ പേടി സ്വപ്നമായിരുന്ന കൊലകൊല്ലി എന്ന ആന. അവൻ വിലസി നടന്ന വഴികളിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം എന്ന പോലെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതെ, കൊലകൊല്ലി. കള്ളുവാറ്റുകാരുടെയും വനം കൊള്ളക്കാരുടെയും രഹസ്യങ്ങൾ പാടെ നശിപ്പിക്കാൻ ശ്രമിച്ച കൊലകൊല്ലി. അവസാനം അവരുടെ കെണിയിൽ അവൻ വീണു. അവർ വെച്ച കെണികളിൽ അവൻ മനുഷ്യവർഗത്തെ തന്നെ വെറുക്കാൻ തുടങ്ങി. അവൻ സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിച്ച പാതകളിലും വെള്ളം കുടിക്കാനെത്തിയിരുന്ന സ്ഥലവുമൊക്കെയാണ് ഈ കാണുന്നത്. പഴയതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇവിടം. കാട്ടുപോത്തുകളും ആനക്കൂട്ടങ്ങളും പുലിയുമെല്ലാം ഇവിടുത്തെ നിത്യസന്ദർശകരാണ്. ഉണ്ടല്ല കേട്ടോ, ഇത് പഴക്കമുണ്ട്. ഇത് സ്വന്തം ആവശ്യത്തിനല്ലേ മണല്? ഇപ്പം പൊടിയക്കാല സെറ്റിൽമെൻറ്റ് കോളനിയിൽ 70 കുടുംബങ്ങളുണ്ട് ടോട്ടൽ. ആനശല്യവും കാട്ടുപോത്തും എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. കൊലവല്ലിയെ തൊട്ട് മേളിലായിട്ടല്ലേ അടക്കിയിരിക്കുന്നത്? കുഴി മാത്രമേ ഉള്ളൂ. കത്തിച്ചളങ്ങൾ. കള്ളവാറ്റുകാർ കരുതി വെച്ച പടക്കക്കെണിയിൽ അവൻ്റെ തുമ്പിക്കൈക്ക് പരിക്കേറ്റപ്പോഴും പരിഭ്രാന്തനാവാതെ അവൻ പിടിച്ചു നിന്നു. ഉൾക്കാടുകളിൽ സ്വന്തം കൂട്ടുകാർ അകറ്റി നിർത്തിയപ്പോൾ തികച്ചും ഒറ്റയാനായി പോയ അവൻ പതിയെ കാടിൻ്റെ ഒരറ്റത്തേക്ക് മാത്രമായി ഒതുങ്ങി. അതേ കാടിനെ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. അവർക്കവിടെ ജീവിക്കാൻ വേണ്ടിയിരുന്നത് കൃഷിയായിരുന്നു. ഒരു സമയത്ത് 100ഓളം കുടുംബങ്ങൾ വസിച്ചിരുന്ന പൊടിയക്കാല സെറ്റിൽമെൻറ്റ് കോളനിയിൽ ഇന്ന് 70ഓളം കുടുംബങ്ങളായി ചുരുങ്ങിയിരിക്കുന്നു. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു, വന്യജീവികളാണ് കാരണം. 2000-ന് ശേഷമായിരുന്നു അവൻ്റെ വരവ്. അതിബുദ്ധിമാനും അതുപോലെ തന്നെ ശക്തിയുമുള്ള ഒരു ഒറ്റയാൻ. മറ്റു വന്യമൃഗങ്ങളെപ്പോലെ തന്നെ അവരും ആഹാരത്തിനായി കൃഷിയിടങ്ങൾ ആശ്രയിക്കാൻ തുടങ്ങി. ചക്കക്കൊമ്പൻ എന്ന് അക്ഷരാർത്ഥത്തിൽ വിളിക്കേണ്ടിയിരുന്ന ഒരു ഉശിരൻ ആന. ചക്കയായിരുന്നു അവൻ്റെ ഇഷ്ടഭക്ഷണം. അതിനുവേണ്ടി അവൻ കോളനി നിവാസികൾ നട്ടുവച്ചിരുന്ന പ്ലാവുകളും കുത്തിമറിക്കാൻ തുടങ്ങി. പതിയെ പതിയെ വാഴയും കമുകും എന്നുവേണ്ട കൃഷികളെല്ലാം തകർത്തു തരിപ്പണമാക്കി. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൻ കോളനി നിവാസികളുടെ ഉറക്കം കെടുത്തി എന്ന് മാത്രമല്ല, വീടുകൾക്ക് മുന്നിലൂടെയും തലങ്ങും വിലങ്ങും പായാൻ തുടങ്ങി. വിശപ്പിനും അതിജീവനത്തിനുമായുള്ള നെട്ടോട്ടത്തിൽ ചില കുറ്റകൃത്യങ്ങൾ അവൻ്റെ തലയിൽ ചാർത്തപ്പെട്ടു. അങ്ങനെ നാട്ടുകാർക്കവൻ കൊലകൊല്ലിയായി മാറി. (2006) മെയ് 16-ന്
ആനയെ മയക്കുവെടി വെച്ച് തളയ്ക്കാൻ ഉത്തരവിറക്കുകയും തുടർന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള താപ്പാനകളായ ആനമല കലിമിനെയും സംഘത്തെയും കൊണ്ടുവരികയായിരുന്നു. പിടികൊടുക്കാതെ ദിവസങ്ങളോളം വട്ടം കറക്കിയ കൊലകൊല്ലി 2 ആഴ്ചയ്ക്ക് ശേഷം ജൂൺ 1 മനുഷ്യന് അടിമപ്പെടാൻ തീരുമാനിച്ചു. കാടിൻ്റെ സ്വാതന്ത്ര്യത്തിൽ യഥേഷ്ടം സഞ്ചരിച്ചിരുന്ന അവന് പെട്ടെന്നുള്ള ഈ ബന്ധനം താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു. അങ്ങനെ 2006 ജൂൺ 16 അവൻ മനുഷ്യരുടെ എല്ലാ ചട്ടങ്ങളിൽ നിന്നും മുക്തി നേടി ചട്ടങ്ങളില്ലാത്ത ലോകത്തേക്ക് വിട പറഞ്ഞകന്നു. ഇതിൻ്റെ കൂടെയൊക്കെ ഇതിൻ്റെ ബാക്കിയുള്ള വർക്കിനൊക്കെ ഉണ്ടായിരുന്നു. ഷെഡ് വയ്ക്കാനും അവർക്ക് സഹായിക്കാനും കൂട് കെട്ടി അവർക്കൊക്കെ സഹായിച്ചു കൊടുക്കാനൊക്കെ നമ്മൾ അന്ന് വാച്ചേഴ്സായിട്ട് നിന്നിരുന്നു. അപ്പോഴതിനൊക്കെ കുറിച്ച് സഹായിച്ചിരുന്നു. 2006-2007 ടൈമിൽ അടുത്ത് വന്ന് ചക്കയും ഇതിനൊക്കെ പ്രിയ. അതിപ്പോൾ നമ്മൾ പിന്നെ ഒരിടത്താണെങ്കിൽ ഒരിടത്തിൻ്റെ അടുത്തല്ലി തൊട്ടടുത്തല്ലി പ്ലാവൊക്കെ കാണുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇത് പൊടിയക്കാല സെറ്റിൽമെന്റ് കോളനിയാണല്ലേ? അപ്പോൾ ആന ഈ സെറ്റിൽമെന്റ് ഈ പൊടിയക്കാല ഏരിയയിലാണ് ഇറങ്ങുന്നത്? പൊടിയക്കാല മാത്രമല്ല, ഈ സെറ്റിൽമെന്റ് ഇങ്ങനെ കോട്ടൂർ ഭാഗങ്ങളിലുണ്ട്. കോട്ടൂർ ഭാഗത്തിൽ അങ്ങോട്ടൊക്കെ പോകും. പിന്നെ ഈ മരുതാമല ബോണക്കാട് കീഴുണ്ട്, എല്ലായിടത്തും പോകും. ആ ഭാഗത്ത് പോകും. കളീക്കൽ എന്ന് പറഞ്ഞ സെറ്റിൽമെന്റ് ഏരിയ അടുത്ത് പോകും. എന്നാൽ ഇത് പിന്നെ നാടുമായിട്ടുള്ള പലയിടത്ത് അങ്ങനെയാണെന്ന് ചെല്ലില്ല. വന ഇതിൽ അല്ല, അതിനെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നമ്മളടുത്തൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ശല്യപ്പെടുത്തുന്നില്ല. പിന്നെ അവൻ്റെ നമ്മൾ ചെന്ന് ചീറി കയറുകയാണെങ്കിൽ അവൻ ഇങ്ങോട്ട് വരും, ചീറി വരും. അപ്പോൾ നമ്മളങ്ങോട്ട് വഴിയാണല്ലേ. അല്ലാതെ മനഃപൂർവ്വം തന്നെ ഒരാളിങ്ങനെ കുതിരയ്ക്കുന്നുള്ള ആനയ്ക്ക് അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. പക്ഷേ വേറെ ആനകൾ കൊന്നിട്ടുണ്ട്. പക്ഷേ ഒടുക്കാൻ ഇതാണ് കൂടുതൽ ഇങ്ങനെ ആളുമായിട്ട് സമ്പർക്കമായിട്ട് വന്ന് ഒട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ധരിപ്പിച്ചു കൊടുത്ത് അതാണ്. കൂടൊക്കെ പൊളിച്ച് മാറ്റിയല്ലേ? കൊണ്ടുപോയി. ഇവിടെയാണ് കൊലകൊല്ലിയെ സംസ്കരിച്ചത്. ഈ കാണുന്ന കുഴിയിലാണ് ചട്ടങ്ങൾക്കപ്പുറമുള്ള ലോകത്തേക്ക് പോകാനായി അവൻ മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്നത്. കാടിനെയും അവൻ ഇഷ്ടപ്പെട്ട മനുഷ്യരെയും തനിച്ചാക്കി ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 18 വർഷങ്ങളായിരിക്കുന്നു. ഇതിനോട് ചേർന്ന് തന്നെയാണ് അവനെ മെരുക്കാനായുള്ള കൂടും സ്ഥാപിച്ചിരുന്നത്. അവൻ്റെ അവസാന നിമിഷങ്ങളും ആ കൂട്ടിനുള്ളിൽ തന്നെയായിരുന്നു. ചുറ്റിനും നിൽക്കുന്ന ഈ മരങ്ങളായിരിക്കാം അതിനൊക്കെ സാക്ഷി. ദേഷ്യത്തോടെയും ഭയത്തോടെയും നോക്കിയിരുന്ന കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഇറ്റിറ്റ് വീഴാൻ തുടങ്ങി. ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ കൊലകൊല്ലിയെ ദൈവത്തോടൊപ്പം ആരാധിക്കുകയും അവനായി വിളക്കുകൾ തെളിയിക്കുകയും ചെയ്തു വരുന്നു. എല്ലാ വർഷവും ജൂൺ 16-ാം തീയതി അവൻ്റെ ഓർമ്മദിനം എന്ന പോലെ കോളനി നിവാസികൾ അമ്പലത്തിൽ ഒത്തുകൂടുകയും അവനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ അവൻ ഇതൊക്കെ കാണുന്നുണ്ടാകും. അതിജീവനത്തിനിടയിൽ മനുഷ്യരിൽ നിന്നുമുണ്ടായ മുറിവുകൾ അവൻ ക്ഷമിച്ചിട്ടുണ്ടാകും.